2026 തുടക്കത്തിൽ തന്നെ ലോകം പ്രകൃതിക്ഷോഭങ്ങളുടെയും പിടിയിലമരുകയാണ്. സ്വിറ്റ്സർലാൻഡിലെ തീപിടുത്തത്തിന് പിന്നാലെ ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ നിന്നും വരുന്നത് വളരെ വേദനിപ്പിക്കുന്ന വാർത്തകളാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അവിടെ പെയ്യുന്ന അതിശക്തമായ മഴ ഇപ്പോൾ ഒരു മഹാപ്രളയമായി മാറിയിരിക്കുകയാണ്. ജനങ്ങളുടെ സ്വത്തിനും വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളാണ് ഈ ദുരന്തം വരുത്തിവെച്ചിരിക്കുന്നത്. 17ലധികം പേർ ഇതിനകം കൊല്ലപ്പെട്ടതായിട്ടാണ് ഔദ്യോഗിക കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഹെറാത്ത് പ്രവിശ്യയിലുണ്ടായ ദാരുണമായ ഒരു സംഭവം കേട്ടാൽ നമ്മൾ ശരിക്കും ഞെട്ടും. അഫ്ഗാനിസ്ഥാനിലെ യഥാർത്ഥ സാഹചര്യം എന്താണ്? വിശദമായി പരിശോധിക്കാം. അഫ്ഗാനിസ്ഥാനിലെ പല പ്രവിശ്യകളിലും കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി അതിശക്തമായ മഴയും മഞ്ഞുവീഴ്ചയുമാണ് അനുഭവപ്പെടുന്നത്. ഇതിനെ തുടർന്നുണ്ടായ പെട്ടെന്നുള്ള വെള്ളപ്പാച്ചിലിൽ പല ഗ്രാമങ്ങളെയും തകർത്തു കളഞ്ഞു. ഈ പ്രളയത്തിലെ ഏറ്റവും ദാരുണമായ സംഭവം നടന്നത് അഫ്ഗാനിസ്ഥാന്റെ പടിഞ്ഞാറൻ മേഖലയിലുള്ള ഹെറാത്ത് പ്രവിശ്യയിലാണ്. ഹെറാത്തുകാർക്ക് ഇതൊരു ഇരട്ട പ്രഹരമാണ് എന്ന് വേണം പറയാൻ. കാരണം മാസങ്ങൾക്ക് മുൻപ് നടന്ന ഒരു ഭൂകമ്പത്തിൽ നിന്ന് അവർ കരകയറി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഹെറാത്തിലെ കപ്കാൻ ജില്ലയിൽ കനത്ത മഴയിൽ ഒരു മൺവീടിന്റെ മേൽക്കൂര തകർന്നു വീണ് ഒരു കുടുംബത്തിലെ 5 പേർ ദാരുണമായി കൊല്ലപ്പെട്ടു. മരിച്ചവരിൽ 2 കൊച്ചു കുട്ടികളും ഉൾപ്പെടുന്നു എന്നത് ഈ വാർത്തയുടെ ആഘാതം വർദ്ധിപ്പിക്കുന്നു. വീടിനുള്ളിൽ ഉറങ്ങിക്കിടക്കുമ്പോഴാണ് മണ്ണും കല്ലും ചേർന്ന മേൽക്കൂര ഇവരുടെ മേൽ പതിച്ചത്. ഇത്തരത്തിൽ അഫ്ഗാനിസ്ഥാനിലെ പലയിടങ്ങളിലും വീടുകൾ തകർന്നു വീഴുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. തിങ്കളാഴ്ച മുതൽ ആരംഭിച്ച ഈ പ്രകൃതിക്ഷോഭം രാജ്യത്തിന്റെ വടക്കൻ, തെക്കൻ, പടിഞ്ഞാറൻ മേഖലകളെ ശരിക്കും സ്തംഭിപ്പിച്ചിരിക്കുകയാണ്. മനുഷ്യജീവന് പുറമെ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഏകദേശം 1800ഓളം കുടുംബങ്ങളെ ഈ പ്രളയം നേരിട്ട് ബാധിച്ചിട്ടുണ്ട്. റോഡുകൾ, പാലങ്ങൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ പലയിടത്തും തകർന്നു. ഗ്രാമീണ മേഖലകളിൽ 100 കണക്കിന് കന്നുകാലികളാണ് കുത്തിയൊഴുകുന്ന പ്രളയജലത്തിൽ ഒലിച്ചുപോയത്. അഫ്ഗാനിസ്ഥാനിലെ മോശം ഇൻഫ്രാസ്ട്രക്ചർ ഈ ദുരന്തത്തിന്റെ ആഘാതം വർദ്ധിപ്പിക്കുന്നു. മിക്ക വീടുകളും വെറും മണ്ണുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവയ്ക്ക് ശക്തമായ മഴയെ പ്രതിരോധിക്കാനുള്ള ശേഷിയില്ല. റോഡുകൾ തകർന്നതോടെ പല ഗ്രാമങ്ങളും ഒറ്റപ്പെട്ടു പോയിരിക്കുകയാണ്. പാലങ്ങൾ ഒലിച്ചുപോയതിനാൽ റെസ്ക്യൂ ടീമുകൾക്ക് അവിടേക്ക് എത്താൻ വലിയ പ്രയാസമാണ് നേരിടുന്നത്. പരിക്കേറ്റ പലരെയും ആശുപത്രിയിൽ എത്തിക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. എന്തുകൊണ്ടാണ് ഈ ഒരു ദുരന്തത്തിനെ ഫ്ലാഷ് ഫ്ലഡ് എന്ന് വിളിക്കുന്നത് എന്ന് നോക്കാം ഇനി. സാധാരണ മഴയല്ല അഫ്ഗാനിസ്ഥാനിൽ ശരിക്കും പെയ്യുന്നത്. മണിക്കൂറുകൾക്കുള്ളിൽ വലിയ അളവിൽ മഴ പെയ്യുകയും വരണ്ട പ്രദേശങ്ങളിലൂടെ വെള്ളം അതിവേഗം കുതിച്ചൊഴുകി ഗ്രാമങ്ങളെ വിഴുങ്ങുകയും ചെയ്യുന്നു. അഫ്ഗാനിസ്ഥാനിലെ ഭൂപ്രകൃതി അനുസരിച്ച് മരങ്ങൾ കുറവായതിനാൽ വെള്ളത്തെ തടഞ്ഞു നിർത്താൻ പ്രകൃതിദത്തമായ മാർഗങ്ങളില്ല. ഇത് വെള്ളത്തിന്റെ വേഗത വർദ്ധിപ്പിക്കുന്നു. വടക്കൻ പ്രവിശ്യകളായ ബൽഖ്, ഫര്യാബ്, പടിഞ്ഞാറൻ പ്രവിശ്യകളായ ഹെറാത്ത് എന്നിവിടങ്ങളിലാണ് നാശനഷ്ടങ്ങൾ ഏറ്റവും കൂടുതൽ സംഭവിച്ചിരിക്കുന്നത്. അഫ്ഗാൻ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ഇപ്പോൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിവരികയാണ്. ദുരിതബാധിത പ്രദേശങ്ങളിലേക്ക് അസസ്മെന്റ് ടീമുകളെ അയച്ചിട്ടുണ്ട്. അഫ്ഗാൻ താലിബാൻ സർക്കാരിന്റെ കീഴിലുള്ള ദുരന്ത നിവാരണ വിഭാഗം രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട് എങ്കിലും പരിമിതമായ സൗകര്യങ്ങൾ അവർക്ക് വലിയ വെല്ലുവിളികളാണ്. ഹെലികോപ്റ്ററുകളും അത്യാധുനിക ഉപകരണങ്ങളും ഇല്ലാത്തത് റെസ്ക്യൂ ഓപ്പറേഷനുകളെ ബാധിക്കുന്നുണ്ട്. പരിക്കേറ്റ 11ലധികം പേരെ ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നാൽ പല ഉൾനാടൻ ഗ്രാമങ്ങളിലേക്കും എത്തിപ്പെടാൻ ഇപ്പോഴും ബുദ്ധിമുട്ടാണ്. ഐക്യരാഷ്ട്രസഭയും മറ്റ് സന്നദ്ധ സംഘടനകളും അഫ്ഗാനിസ്ഥാനിലെ ഈ ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ഗൗരവത്തോടെ തന്നെയാണ് കാണുന്നത്. UN, ICRC ഒക്കെ സഹായവുമായി രംഗത്തുണ്ട്. എന്നാൽ ഉപരോധങ്ങളും ഫണ്ടിന്റെ കുറവും കാരണം സഹായം എത്തിക്കാൻ കാലതാമസം നേരിടുന്നു. ഏകദേശം 18 മില്യൺ ആളുകൾക്ക് സഹായം ആവശ്യമാണ് എന്നാണ് UN നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നത്. ഇനിയുള്ള ചോദ്യം ഇതാണ്: എന്തുകൊണ്ടാണ് അഫ്ഗാനിസ്ഥാനിൽ ഇത്രയധികം നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നത്? വർഷങ്ങളോളം നീണ്ട ആഭ്യന്തര യുദ്ധങ്ങൾ അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറിനെ തകർത്തിട്ടുണ്ട്. കൂടാതെ വനനശീകരണവും കാലാവസ്ഥാ വ്യതിയാനവും ഇത്തരം പെട്ടെന്നുള്ള വെള്ളപ്പാച്ചിലുകളുടെ തീവ്രത വർദ്ധിപ്പിക്കുന്നു. ദുർബലമായ മൺവീടുകൾക്ക് അതിശക്തമായ മഴയെ പ്രതിരോധിക്കാൻ ശേഷിയില്ലാത്തതാണ് ഓരോ തവണയും മരണസംഖ്യ ഉയരാൻ പ്രധാന കാരണം. അഫ്ഗാനിസ്ഥാനിലെ ജനത ഇപ്പോൾ കടന്നു പോകുന്നത് വളരെ പ്രയാസകരമായ ഒരു ഘട്ടത്തിലൂടെയാണ്. തുടരുന്ന മഴയിൽ മരണസംഖ്യ ഇനിയും ഉയരുമോ എന്ന ആശങ്കയിലാണ് അധികൃതർ. അഫ്ഗാനിസ്ഥാനിലെ ജനത ഇപ്പോൾ ലോകത്തിന്റെ സഹായം കാത്തിരിക്കുകയാണ്. ഒരു വശത്ത് രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങളും മറുവശത്ത് പ്രകൃതിയുടെ ഈ താണ്ഡവും. ആ കുടുംബങ്ങളുടെ വേദനയിൽ നമുക്കും പങ്കുചേരാം. പ്രകൃതിക്ഷോഭങ്ങൾ നൽകുന്ന പാഠം വളരെ വലുതാണ്. നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കൂടി ഉത്തരവാദിത്തമാണ്.